ഹായ് ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 2025 റിലീസ് ചെയ്ത പ്രിഡേറ്റർ കില്ലർ ഓഫ് കില്ലേഴ്സ് എന്ന സിനിമയുടെ കഥയാണ്. നമ്മൾ ഈ പ്രിഡേറ്റർ ഫ്രാഞ്ചൈസിയിലെ വേറെ കുറെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് ഈ സിനിമ. ഇതൊരു ആനിമേറ്റഡ് ആന്തോളജി ഫിലിമാണ്. 4 ഭാഗങ്ങളായിട്ടാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റോറിയുടെ പേര് ദ ഷീൽഡ് എന്നാണ്, രണ്ടാമത്തേത് ദ സ്വോർഡ്, മൂന്നാമത്തേത് ദ ബുള്ളറ്റ്, നാലാമത്തേത് എപ്പിലോഗ്. ആദ്യത്തെ 3 സ്റ്റോറീസ് വ്യത്യസ്തമാണെങ്കിലും അവസാനത്തെ സ്റ്റോറിയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 3 സ്റ്റോറിയിലെ ഹീറോസ് അതിലും ഉണ്ടാവും. ഇതൊരു കിടിലൻ ആക്ഷൻ ത്രില്ലർ സിനിമയും കൂടെയാണ്. കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആദ്യം കാണിക്കുന്നത് ഒരു പ്രിഡേറ്റർ സ്പേസ്ഷിപ്പ് ഭൂമിയിലേക്ക് വരുന്നതാണ്. വർഷം AD 841. ഈ പ്രിഡേറ്റേഴ്സിന് ആകെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: നക്ഷത്രങ്ങൾക്കിടയിലൂടെ മുന്നേറിയിട്ട് ശക്തരായ ഇരയെ മാത്രം കണ്ടെത്തുക, എന്നിട്ട് കൊലയാളികളായിട്ട് മാറുക. ഇവിടെയാണ് ദ ഷീൽഡ് എന്ന് പറയുന്ന കഥ ആരംഭിക്കുന്നത്. സമയം രാത്രിയാണ്. ഒരു വൈക്കിംഗ് വാരിയർ അവളുടെ ആർമിയുമായിട്ട് ഇപ്പൊ കടലിലൂടെ അവരുടെ ഷിപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രിവിച്ച് എന്ന പേരിൽ ഒരു ട്രൈബ് ഉണ്ട്. അവരെ നശിപ്പിക്കാനാണ് ഈ വൈക്കിംഗ് ആർമിയുടെ യാത്ര. ഈ ടീമിന്റെ ലീഡറുടെ പേര് അർസ എന്നാണ്. അവൾക്കൊരു മകനുണ്ട്. അവന്റെ പേരാണ് ആൻഡേഴ്സ്. ആ യാത്രക്കിടയിലാണ് ആൻഡേഴ്സ് അവന്റെ അമ്മയുടെ അടുത്തൊരു കാര്യം പറയുന്നത്: നമ്മൾ ഉറപ്പായിട്ട് ഈ യുദ്ധം ജയിക്കും അമ്മേ, എന്നിട്ട് സന്തോഷത്തോടെ നമ്മുടെ ആളുകൾ എല്ലാവരും തിരിച്ചു വരും, മാത്രമല്ല നമ്മുടെ കയ്യിൽ ഒരുപാട് സ്വർണവും ഉണ്ടാവും എന്നാണ് ആൻഡേഴ്സ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ, മോനെ, നമ്മൾ ഒരിക്കലും സ്വർണത്തിന് വേണ്ടിയിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. നമ്മളിപ്പോ യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ശത്രുക്കളൊക്കെ ജീവനോടെ ഇരിക്കുന്നതുകൊണ്ടാണ്. ആ കാര്യം നിനക്ക് എപ്പോഴും ഓർമ്മ വേണം എന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മ ഒരു കുന്തം എടുത്തിട്ട് അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അർസ നേരെ പോകുന്നത് അവളുടെ അനുയായികളുടെ അടുത്തേക്കാണ്. എന്നിട്ട് അവരുടെ അടുത്തൊരു കാര്യം പറയാണ്: നമ്മൾ ഇത്രയും കാലം യുദ്ധം ചെയ്തത് സ്വർണത്തിനും കൊള്ളമുതലിനും വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്നത്തെ യുദ്ധം അതിനു വേണ്ടിയിട്ടല്ല. ഇന്ന് നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നത് ആ ക്രിവിച്ച് എന്ന ട്രൈബിലെ എല്ലാ ആൾക്കാരെയും ഇല്ലാതാക്കാനാണ്. ആ കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം എന്നാണ് അർസ അവരുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ അവരോട് സംസാരിച്ചതിന് ശേഷം അർസ അവളുടെ മകന്റെ അടുത്തെത്തി. എന്നിട്ട് മറ്റൊരു കാര്യം കൂടെ അവന്റെ അടുത്ത് പറയാണ്: എങ്ങാനും ഇന്നത്തെ യുദ്ധത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ പ്രതികാരം നീ ചെയ്തു തീർക്കണം എന്നാണ് അവൾ അവളുടെ മകന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവർ ആ ട്രൈബ്സിന്റെ അടുത്തെത്തി. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഗംഭീര യുദ്ധമാണ്. നിമിഷ നേരം കൊണ്ട് അവരെല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ആ ട്രൈബ്സിലെ ഭൂരിഭാഗം ആൾക്കാരെയും കൊന്നുകളയാണ്. ഇപ്പൊ അവരുടെ ലീഡർ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവന്റെ അടുത്തേക്ക് ചെന്നതിന് ശേഷം അർസ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഞാൻ ആരാണെന്ന് നിനക്കറിയാലോ? ഐനാറിന്റെ മകളായ അർസയാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് നിന്റെ തലവനായ സോറനെ കാണാൻ വേണ്ടിയിട്ടാണ്. മര്യാദയ്ക്ക് അവൻ എവിടെയാണുള്ളതെന്ന് പറയുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നാണ് അർസ പറയുന്നത്. എന്നാൽ അവൾ എത്ര ചോദിച്ചിട്ടും ആദ്യമൊന്നും അയാളത് പറയാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അർസ അയാളെ ശരിക്കും ഉപദ്രവിക്കാൻ തുടങ്ങി. അവളിപ്പോ ഒരു മഴുവെടുത്തിട്ട് അവന്റെ കാലിനിട്ടൊരു വെട്ടുകൊടുക്കുകയാണ്. നന്നായിട്ട് വേദനിക്കുമ്പം സോറൻ എവിടെയാണുള്ളത് എന്ന കാര്യം അയാൾ പറഞ്ഞു കൊടുത്തു. അങ്ങ് കിഴക്കായിട്ട് ലഗോഡ എന്നു പേരിലൊരു തടാകമുണ്ട്. അതിന്റെ മുകളിലായി ഒരു വലിയ കോട്ട പണി കഴിപ്പിച്ചിട്ടുണ്ട്. അവിടെയാണ് സോറൻ ഉള്ളത് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ആ ഇൻഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ അർസ ആ മഴ വെച്ചിട്ട് തന്നെ അയാളെ വെട്ടിക്കൊന്നുകളയാണ്. ഈ സമയം തന്നെ ഇവരുടെ ഈ പ്രവൃത്തികളൊക്കെ നോക്കിക്കൊണ്ട് ആ പ്രിഡേറ്റർ ഷിപ്പ് അതിലേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി അവർ കാട്ടിലൊരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാണ്. അപ്പൊ അവരവിടെ തീയൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അതിനിടയിലാണ് അർസ അവളുടെ മകന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു പ്രത്യേക കാര്യം അവളുടെ അടുത്ത് പറയുന്നത്. അതായത് എന്തുകൊണ്ടാണ് അവൾക്ക് സോറന്റെ അടുത്ത് ഇത്ര പക? ഇവള് കുട്ടിയായിരുന്നപ്പം ഈ സോറൻ ഇവളുടെ അച്ഛനുമായിട്ടൊരു യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ അച്ഛനെ തോൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട് അയാൾ താഴെ വീണ് നടക്കുന്ന സമയത്ത് സോറൻ ഈ അർസയും കൊണ്ട് അവളുടെ അച്ഛന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അയാൾ അച്ഛന്റെ അടുത്ത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ ഇവളെ നിന്നെ കൊല്ലണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ മകളെ കൊല്ലുന്നതാണ്. മകളെ മരിക്കുക എന്നുള്ളത് ഇവളുടെ അച്ഛന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. പക്ഷെ അയാൾ എത്ര പറഞ്ഞിട്ടും മകൾ അയാളെ കൊല്ലാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛൻ അവളുടെ കൈ തന്നെ പിടിച്ചിട്ട് സ്വയം കുത്തി മരിക്കുകയായിരുന്നു. ഈ സംഭവത്തിന് ശേഷം അതുവരെ പാവമായിരുന്ന അർസ പിന്നീട് ഒരു പ്രതികാരദാഹിയായിട്ട് മാറി. ഇത്രയും കാലം അവൾ ജീവിച്ചത് തന്നെ ആ സോറനെ കൊന്നുകളയാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോഴാണ് അതിനൊരു അവസരം വന്നിരിക്കുന്നത്. ഈ കഥയാണ് അവൾ അവളുടെ മകന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒരു പ്രിഡേറ്റർ ഇപ്പോൾ അവിടുത്തെ ഒരു മരത്തിന്റെ മുകളിൽ നിൽക്കുകയാണ്. എന്നാൽ അത് അദൃശ്യനായതുകൊണ്ട് ആരും അതിനെ കാണുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ ആ കോട്ടയ്ക്ക് മുന്നിലെത്തി. അവർ വാതിലിനെ മുട്ടുമ്പോൾ ആ സോറന്റെ പടയാളികൾ വന്നിട്ട് കോട്ടവാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഗംഭീര ഫൈറ്റാണ്. അങ്ങനെ നിമിഷ നേരം കൊണ്ട് അവിടെയുള്ള മുഴുവൻ പടയാളികളെയും കൊന്നു കളഞ്ഞിട്ട് അർസയും ടീമും ആ കോട്ടയ്ക്കുള്ളിലേക്ക് എത്തി. ഈ സമയം സോറൻ അവിടെ ഇരിക്കുന്നുണ്ട്. സോറനെ കണ്ടതും അർസ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അവൾ ആരാണ്, അവൾ എന്തിനാണ് വന്നതെന്നുള്ള കാര്യം. അപ്പൊ അവൾ അർസയാണെന്ന് മനസ്സിലാവുമ്പോൾ സോറനും വെറുതെ നിൽക്കുന്നില്ല. അയാളിങ്ങനെ വളരെ വൃത്തികെട്ട ഭാഷയിൽ അവൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ആൻഡേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ ശൂലം വെച്ചിട്ട് അയാളുടെ തല അറുത്ത് കളയാണ്. ആൻഡേഴ്സ് ഇത്ര പെട്ടെന്ന് അങ്ങനെ ചെയ്യും എന്ന കാര്യം അർസ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ പ്രിഡേറ്റർ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. വന്ന ഉടനെ തന്നെ അവൻ ആൻഡേഴ്സിനെ ഇടിച്ചു തെറിപ്പിച്ചു. അങ്ങനെ ഒരു ജീവിയെ എല്ലാവരും ആദ്യമായിട്ട് കാണുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു. പക്ഷെ അങ്ങനെ പേടിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അർസയുടെ പടയാളികളൊക്കെ ഇപ്പൊ ആ പ്രിഡേറ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. എന്നാൽ നിമിഷ നേരം കൊണ്ട് തന്നെ ആ പ്രിഡേറ്റർ എല്ലാത്തിനെയും കൊന്നു കളഞ്ഞു. ഈ സമയത്താണ് ആൻഡേഴ്സ് അവന്റെ ആയുധം എടുത്തിട്ട് ആ പ്രിഡേറ്ററിന്റെ നെഞ്ചിലേക്ക് എറിയുന്നത്.
അത് കാണുന്ന പ്രിഡേറ്റർ ഇപ്പം അവന്റെ അടുത്തേക്കാണ് പോകുന്നത്. പ്രിഡേറ്റർ ഇപ്പൊ തന്നെ മകനെ പിടിക്കാൻ പോകുന്ന കാണുമ്പോൾ അർസ അവളുടെ ഷീൽഡ് എടുത്ത് ആ പ്രിഡേറ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. എന്നാൽ ആ ഫൈറ്റ് നടക്കുന്നതിനിടയിലാണ് ഈ പ്രിഡേറ്ററിന്റെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള വേവ്സ് ആണ് പുറത്തേക്ക് വരുന്നത്. അത് വെച്ചിട്ട് ആ പ്രിഡേറ്റർ അർസയ്ക്ക് ഒരു ഇടി കൊടുക്കുന്നു. അതോടുകൂടെ അവിടെ മൊത്തം തകർന്ന് അവള് ദൂരേക്ക് തെറിച്ചു പോവാണ്. അങ്ങനെ അവള് നേരെ തെറിച്ചു വീഴുന്നത് അവിടെ മലയുടെ താഴെയുള്ള ആ തടാകത്തിലേക്കാണ്. എന്നാൽ ആ തടാകത്തിന്റെ മുകൾ ഭാഗത്താണെങ്കിൽ മൊത്തം ഐസാണ്. ഈ സമയം ആ പ്രിഡേറ്റർ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പം അവൾ അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൾ ഐസിന്റെ അടിയിലായതുകൊണ്ട് അതിനവളെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രിഡേറ്റർ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവൾ നൈസായിട്ട് ആ തടാകത്തിൽ നിന്ന് ഐസിന്റെ മുകളിലേക്ക് കയറി. അതിനുശേഷം ആ പ്രിഡേറ്ററിന്റെ പുറകിലൂടെ ചെന്ന് അവിടെ കിടക്കുന്ന ഒരു ആങ്കറുമായിട്ട് അതിന്റെ ദേഹത്തേക്ക് ചാടാണ്. അങ്ങനെ ആ ചാട്ടത്തിനിടയിൽ അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്കറിന്റെ ചങ്ങല എടുത്തിട്ട് അതിന്റെ കയ്യിലുള്ള ഡിവൈസിൽ ചുറ്റി. ഈ സമയം അവൾ എഴുന്നേൽക്കുമ്പോൾ ആ പ്രിഡേറ്റർ വീണ്ടും അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ അതിന്റെ വെയിറ്റ് കാരണം താഴെയുള്ള ഐസിലൊക്കെ ക്രാക്സ് വീഴുന്നുണ്ട്. അങ്ങനെ പ്രിഡേറ്റർ അവളുടെ തൊട്ടടുത്തെത്തുമ്പോഴേക്കും അവൾ അവളുടെ കയ്യിലുള്ള ഷീൽഡ് വെച്ചിട്ട് ആ ഐസിന് ഒരു ഇടി കൊടുക്കുകയാണ്. അതോടുകൂടെ ആ ഐസ് തകർന്ന് രണ്ടുപേരും താഴെ വെള്ളത്തിലേക്ക് വീഴുന്നു. എന്നാൽ പ്രിഡേറ്ററിന്റെ കയ്യിൽ ആ ആങ്കർ ചുറ്റി കിടക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ആങ്കർ താഴേക്ക് പോകുമ്പോൾ പ്രിഡേറ്ററും താഴേക്ക് പോവാണ്. ഈ സമയം അവിടെ നിന്ന് മുകളിലേക്ക് നീന്തി കയറാൻ ശ്രമിക്കുമ്പോൾ പ്രിഡേറ്റർ ആണെങ്കിൽ അവളുടെ കാല് പിടിക്കുകയും ചെയ്തു. അങ്ങനെ അത് അവളെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഈ സമയം അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പുറകിലൂടെ ചെന്നിട്ട് ആ ആങ്കറിന്റെ ചങ്ങല വെച്ചിട്ട് മറ്റേ കയ്യിലും കൂടെ ചുറ്റാണ്. അവൾ ആ പ്രിഡേറ്ററിന്റെ കയ്യിലുള്ള ഡിവൈസ് ഓൺ ആക്കുകയും ചെയ്തു. ഉടനെ തന്നെ അത് ഇടിക്കും എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ഷീൽഡ് എടുത്തിട്ട് ആ ഡിവൈസിന്റെ മുന്നിലേക്ക് വെക്കുകയാണ്. അങ്ങനെ ആ ഡിവൈസിന്റെ ഫോഴ്സിൽ പ്രിഡേറ്റർ നേരെ താഴേക്കാണ് പോകുന്നത്. മാത്രമല്ല താഴെ കിടക്കുന്ന ആങ്കറിലേക്ക് അതിന്റെ ശരീരം തുളച്ചു കയറുകയും ചെയ്തു. ഈ സമയം അർസയാണെങ്കിൽ ആ വെള്ളത്തിൽ നിന്നും വെളിയിലേക്ക് തെറിച്ചു പോവാണ്. അങ്ങനെ ആ പ്രിഡേറ്ററിന്റെ പണി തീർന്നു. ഈ സമയം അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആൻഡേഴ്സ് അവിടെ കിടക്കുന്നുണ്ട്. അവനിപ്പോ തീരെ അനങ്ങാൻ വയ്യ. ഈ സമയം അമ്മയെ കാണുമ്പോൾ ആൻഡേഴ്സ് ചോദിക്കുന്നത് നിങ്ങൾ ആ ഭീകരജീവിയെ കൊന്നോന്നാണ്. അത്രയും ചോദിച്ചു കഴിയുമ്പോഴേക്കും അവൻ മരിച്ചു പോവുകയും ചെയ്തു. അതൊക്കെ കണ്ട് അർസയാണെങ്കിൽ വളരെ വിഷമത്തിലിരിക്കുകയാണ്. ഇത്രയുമാണ് ദ ഷീൽഡ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ കാണിക്കുന്നത്. പിന്നീട് അവൾക്ക് ബോധം വരുമ്പോൾ അവളിപ്പം ആ പ്രിഡേറ്റേഴ്സിന്റെ സ്പേസ്ഷിപ്പിലാണ്. അവളെ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ കഴുത്തിലാണ് ആ ലോക്ക് കിടക്കുന്നത്. ഇപ്പൊ അവൾ അവിടെ ഇരിക്കുന്നതിന്റെ തൊട്ടപ്പുറത്തായിട്ട് വേറൊരുത്തനും കൂടി ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവന്റെ കഥയാണ്. ദ സ്വോർഡ്. വർഷം 1609. ജപ്പാനാണ് സ്ഥലം. അവിടെ ഒരു സാമുറായി ഉണ്ടായിരുന്നു. അയാളുടെ 2 മക്കളാണ് കെഞ്ചിയും കിയോഷിയും. ചെറുപ്പം മുതലേ ഒരുമിച്ചാണ് ഇവർ കളിച്ചു വളർന്നത്. മാത്രമല്ല ഒരുമിച്ചാണ് ആയുധകലകളൊക്കെ ഇവർ അഭ്യസിച്ചു. ഇവരുടെ അച്ഛൻ തന്നെയാണ് ഇവരുടെ ട്രെയിനർ. അങ്ങനെ പിള്ളേരെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതിന് ശേഷം ഒരു ദിവസം അയാൾ അവരെ 2 പേരെ ഒരുമിച്ച് ഫൈറ്റ് ചെയ്യുകയാണ്. എന്നാൽ അനിയനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ കെഞ്ചിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവിടെ മടിച്ചു നിൽക്കുകയാണ്. എന്നാൽ കിയോഷി അങ്ങനെ ആയിരുന്നില്ല. അച്ഛന്റെ വാക്കുകൾ ധിക്കരിക്കാൻ അവനെ കൊണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ കെഞ്ചി അവിടെ അങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ കിയോഷി നേരെ ചെന്നിട്ട് കെഞ്ചിയുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. എന്നാൽ കെഞ്ചി തിരിച്ചൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ആ ഫൈറ്റിനിടയിൽ കിയോഷി കെഞ്ചിയുടെ മുഖത്തൊരു വെട്ടുകൊടുത്തു. ഈ സംഭവം കൊണ്ട് തന്നെ കെഞ്ചിക്ക് ഭയങ്കര സങ്കടമായി. അവൻ അവരുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ആ സാമുറായി ഇപ്പം മരിച്ചു. ഇനിയിപ്പോ കിയോഷിയാണ് ആ സാമ്രാജ്യത്തിന്റെ തലവൻ. എന്നാൽ കെഞ്ചി ആണെങ്കിൽ ആ ഗ്രാമത്തിൽ തന്നെ ജീവിക്കുന്നുണ്ട്. വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ അവനിപ്പോ അനിയനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി അവരുടെ ആ കൊട്ടാരത്തിലേക്ക് പോവാണ്. രാത്രിയാണ് കെഞ്ചി അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ അവൻ പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ ആ കൊട്ടാരത്തിന്റെ മുകളിലേക്ക് കയറി ആദ്യം അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരൊക്കെ ഇടിച്ചു വീഴ്ത്തി. അതിനുശേഷമാണ് അവൻ നേരെ കിയോഷിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അങ്ങനെ കിയോഷി അവനെ അവിടെ വെച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം കെഞ്ചി ആണെങ്കിൽ കിയോഷിയെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. കിയോഷി അവന്റെ മുഖത്തൊരു വര വരച്ചിട്ടുണ്ടല്ലോ, അതുപോലൊരു വര കെഞ്ചി കിയോഷിയുടെ മുഖത്ത് വരച്ചു കൊടുക്കുകയാണ്. ഇതോടുകൂടെ അവന്റെ പ്രതികാരം തീർന്നു. എന്നാൽ ഈ സമയത്താണ് കെഞ്ചി തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിക്കുന്നത്. കിയോഷി നിൽക്കുന്ന സ്ഥലം തകർന്ന് അവൻ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് വീണു പോവാണ്. അത് കെഞ്ചി തീരെ പ്രതീക്ഷിച്ചല്ല. അതുകൊണ്ട് തന്നെ അവനൊരു ഞെട്ടലായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് ആ പ്രിഡേറ്റർ അങ്ങോട്ട് വരുന്നത്. അത് ഇത്രയും സമയമായിട്ട് ആ ഏരിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കായിരുന്നു. അവനും ആദ്യമായിട്ടാണ് ആ ജീവിയെ കാണുന്നത്. ഇതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായ ഉടനെ തന്നെ കെഞ്ചി അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അവൻ നേരെ ചെന്നിട്ട് അവിടെയുള്ള ആ ഡോർ തുറന്നു കൊടുത്തു. അതോടുകൂടെ കാവൽക്കാർ മൊത്തം അകത്തേക്ക് കയറാണ്. എന്നാൽ പ്രിഡേറ്റർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കാവൽക്കാരെ മൊത്തം കൊന്നു വീഴ്ത്തി. ഈ സമയമാകുമ്പോഴേക്കും കെഞ്ചി ആണെങ്കിൽ ആ കൊട്ടാരത്തിന്റെ മുകളിലേക്ക് എത്തി. അവൻ അവിടെ നിന്ന് മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിഡേറ്റർ അവന് വിടുന്നില്ല. അതും അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഈ സമയം കെഞ്ചി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിലുള്ള കത്തി എടുത്തിട്ട് ആ പ്രിഡേറ്റർ നേർക്കറിയാണ്. അതിനുശേഷം ആ ബിൽഡിങ്ങിൽ നിന്ന് താഴെ വെള്ളത്തിലേക്ക് ചാടുകയും ചെയ്യുന്നു. എന്നാൽ അവൻ കരയിലേക്ക് കയറുമ്പോഴാണ് കിയോഷി അങ്ങോട്ട് വരുന്നത്. അവൻ ഇതുവരെയായിട്ട് മരിച്ചിട്ടില്ല. വന്ന ഉടനെ തന്നെ അവൻ കെഞ്ചിയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് കെഞ്ചി ആ പ്രിഡേറ്ററിനെ കണ്ട കാര്യം കിയോഷിയുടെ അടുത്ത് പറയുന്നത്. അവനത് പറഞ്ഞു തീരുമ്പോഴേക്കും പ്രിഡേറ്ററും അങ്ങോട്ട് എത്തി. അങ്ങനെ അവര് 2 പേരും കൂടെ ചേർന്നിട്ട് ആ പ്രിഡേറ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ അതിനെ തോൽപ്പിക്കാന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. അത് മനസ്സിലായതുകൊണ്ട് തന്നെ കെഞ്ചി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ പ്രിഡേറ്ററിന്റെ കയ്യിലുള്ള ഒരു ബോംബ് എടുത്തിട്ട് അതിന് നേർക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതോടുകൂടെ ആ ബോംബ് പൊട്ടിത്തെറിച്ചിട്ട് പ്രിഡേറ്റർ ഒരു മരത്തിലേക്ക് ചെന്ന് ഇടിക്കുന്നു. പിന്നീട് പ്രിഡേറ്ററിനെ കാണുന്നില്ല. അതിന്റെ ബ്ലഡ് മാത്രമാണ് അവിടെ കാണുന്നത്. എന്നാൽ പ്രിഡേറ്റർ മരിച്ചിട്ടില്ല എന്ന കാര്യം അവർക്ക് 2 പേർക്കും മനസ്സിലായി. അതിപ്പോ ആ മരത്തിന്റെ മുമ്പിൽ അദൃശ്യനായിട്ട് നിൽക്കുകയാണ്. അതെന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കെഞ്ചിയും കിയോഷിയും അവരുടെ വാളെടുത്തിട്ട് അങ്ങോട്ട് ഓടിച്ചെല്ലാണ്. എന്നിട്ട് ഒറ്റ വെട്ടിന് തന്നെ ആ പ്രിഡേറ്ററിനെ 2 കഷ്ണമായിട്ട് മുറിച്ചു കളയുന്നു.
അങ്ങനെ പ്രിഡേറ്ററിന്റെ പണി തീർന്നു കഴിയുമ്പോഴേക്കും കിയോഷി നല്ല രീതിയിൽ തളർന്നിട്ടുണ്ട്. ഇപ്പൊ നടന്ന ഫൈറ്റിൽ അവന്റെ വയറ്റിനാണ് ഒരു കുത്തു കിട്ടിയിരിക്കുന്നത്. നല്ല മുറിവായതുകൊണ്ട് ഉടനെ തന്നെ കിയോഷി മരിച്ചു പോവാണ്. അതൊക്കെ കണ്ട് കെഞ്ചി ആണെങ്കിൽ വളരെ സങ്കടത്തിലിരിക്കുകയാണ്. ഇതാണ് കെഞ്ചിയുടെ കഥ. ഇനി മൂന്നാമതൊരാൾ കൂടെ ഉണ്ട്. അവന്റെ പേര് ടോറസ് എന്നാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവന്റെ കഥയാണ്, ദ ബുള്ളറ്റ്. ഈ ടോറസിന് ചെറുപ്പം മുതൽക്ക് ഒരു ആഗ്രഹമുണ്ട്. വളർന്ന് വലുതായി കഴിഞ്ഞാൽ അവന് പൈലറ്റ് ആവണം. അതുകൊണ്ട് തന്നെ ഏത് വിമാനം കണ്ടു കഴിഞ്ഞാലും അവൻ അതിന് പുറകെ പോകുന്ന പതിവാണ്. അങ്ങനെ ഒരു ദിവസം അവൻ അവന്റെ അച്ഛൻ്റെ അടുത്ത് ആ കാര്യം പറഞ്ഞു. ഈ സമയം അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് അങ്ങനെ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അത് നീ തന്നെ ചേസ് ചെയ്ത് പഠിക്കണം എന്നാണ്. അങ്ങനെ വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ അവൻ പട്ടാളത്തിൽ കയറി. ഇപ്പൊ അവിടെ യുദ്ധം നടക്കുന്ന സമയമാണ്. ടോറസ് ആണെങ്കിൽ ദ ബുള്ളറ്റ് എന്ന പേരുള്ള ഒരു വിമാനം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ശത്രുക്കളൊക്കെ വന്നിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നത്. അത് കണ്ട ഉടനെ തന്നെ ആ പ്ലെയിൻ റെഡിയാക്കി വെക്കാൻ പറഞ്ഞതിന് ശേഷം ക്യാപ്റ്റനും ടീമും ശത്രുക്കളുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ അവരവിടെ പോയി കഴിയുമ്പോഴാണ് ആ യുദ്ധത്തിൽ തകർന്നൊരു വിമാനം അവൻ കാണുന്നത്. അവൻ നോക്കുമ്പോൾ അതിലൊരു ആങ്കർ തുളച്ചു കയറിയിട്ടുണ്ട്. അത് ആ പ്രിഡേറ്ററിന്റെ ആങ്കറാണ്. എന്നാൽ അതുപോലൊരു സാധനം അവൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവരുമായിട്ട് യുദ്ധം ചെയ്യുന്നത് വേറെന്തോ സംഭവമാണ് എന്ന കാര്യം അവന് മനസ്സിലായി. പക്ഷെ ആ കാര്യം നേരിട്ട് ക്യാപ്റ്റനെ അറിയിക്കണം. എന്നാൽ ക്യാപ്റ്റൻ ആണെങ്കിൽ ആകാശത്താണല്ലോ. ഇപ്പൊ അങ്ങോട്ട് പോകാനാണെങ്കിൽ വേറെ പൈലറ്റുമാരും ഇല്ല. ഇനിയിപ്പോ അവൻ തന്നെ പോവാം എന്നാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വേഗം തന്നെ ചെന്നിട്ട് അവൻ ആ ദ ബുള്ളറ്റ് എന്ന പേരുള്ള വിമാനം റെഡിയാക്കി. എന്നിട്ട് അതുമായിട്ട് നേരെ ക്യാപ്റ്റന്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയം അവിടെ ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഏലിയൻ ഷിപ്പിനെ ക്യാപ്റ്റൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അങ്ങനെ അവൻ ക്യാപ്റ്റന്റെ അടുത്തേക്ക് നിന്നിട്ട് വേഗം കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് പറഞ്ഞു. ഈ സമയമാകുമ്പോഴേക്കും ഏലിയൻ ഷിപ്പും അങ്ങോട്ടെത്തി. വന്ന ഉടനെ തന്നെ അത് അവരുടെ ഓരോരോ വിമാനങ്ങൾ ഇങ്ങനെ തകർത്ത് കളയാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ വിമാനങ്ങളും അത് തകർത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ക്യാപ്റ്റന്റെയും ടോറസിന്റെയും വിമാനം മാത്രമാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ക്യാപ്റ്റൻ ചോദിക്കുമ്പോൾ ടോറസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സാധനത്തിന് നമ്മളെ കാണാൻ പറ്റത്തില്ല, നമ്മുടെ ഹീറ്റ് മനസ്സിലാക്കിയിട്ടാണ് അത് വരുന്നത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ മേഘത്തിന്റെ മുകളിലേക്ക് പോവാം, എന്നിട്ട് അവിടെ വെച്ചിട്ട് എഞ്ചിൻ ഓഫ് ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ ആ ജീവിക്ക് നമ്മളെ കാണാൻ പറ്റത്തില്ല എന്നാണ് ടോറസ് പറയുന്നത്. അതിനെ തുടർന്ന് അവർ രണ്ടുപേരും നേരെ മുകളിലേക്ക് പോവാണ്. എന്നാൽ ഇപ്പോൾ ആ ഏലിയൻ സ്പേസ് ഷിപ്പ് അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ ക്യാപ്റ്റൻ ഒരു കാര്യം മനസ്സിലായി, ഇനിയിപ്പോൾ എന്ത് ചെയ്താൽ ആ ഏലിയൻ ഷിപ്പ് അവരെ രണ്ടുപേരെയും കൊല്ലും. അതുകൊണ്ട് തന്നെ അതിനൊന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ക്യാപ്റ്റൻ ഇപ്പോൾ എഞ്ചിൻ ഓഫ് ചെയ്യുന്നില്ല. ഇപ്പൊ ടോറസ് മാത്രമാണ് എഞ്ചിൻ ഓഫ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ ജീവി ഉടനെ തന്നെ ക്യാപ്റ്റനെ കൊന്നു കളഞ്ഞു. അപ്പോഴേക്കും ടോറസ് ആണെങ്കിൽ എഞ്ചിൻ ഓൺ ആക്കുകയും ചെയ്തു. അത് കണ്ടതും ആ ജീവി ഇപ്പൊ ടോറസിന്റെ പുറകെ വരാൻ തുടങ്ങി. അങ്ങനെ അവൻ വളരെ വേഗത്തിൽ വിമാനം മുന്നോട്ട് ഓടിക്കുകയാണ്. ഇപ്പൊ അവൻ നേരെ പോകുന്നത് അവിടെയുള്ള ഒരു സിറ്റിയിലേക്കാണ്. പ്രിഡേറ്റർ അവന്റെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ ആ സിറ്റിക്കിടയിലൂടെ പോയിട്ട് ഇപ്പൊ അവൻ നേരെ എത്തിയിരിക്കുന്ന കടലിലാണ്. ഇപ്പൊ ഷിപ്പുകൾ തമ്മിൽ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലേക്കാണ് ഇവൻ പോകുന്നത്. ആ ഷിപ്പിലുള്ള ആൾക്കാരൊക്കെ പരസ്പരം തുരുതുര വെടിവെക്കുന്നുണ്ട്. ആ പ്രിഡേറ്ററിന്റെ ഷിപ്പിനും വെടികൊള്ളുന്നുണ്ട്. അതോടുകൂടെ അത് കടലിലേക്ക് വീണു പോവാണ്. എന്നാൽ അത് കണ്ട് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ആ ഏലിയൻ ഷിപ്പ് വീണ്ടും പൊങ്ങി വരുന്നത്. അതിപ്പോ ടോറസിനെ പിടിക്കാൻ തന്നെ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാകുമ്പോൾ ടോറസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ആ പ്ലെയിനിൽ നിന്ന് ഇറങ്ങി. ഈ സമയത്താണ് ഏലിയൻ ആ ആങ്കർ ഷൂട്ട് ചെയ്യുന്നത്. അത് നേരെ വന്ന് ടോറസിന്റെ പ്ലെയിനിന്റെ എഞ്ചിനിലാണ് കൊടുക്കുന്നത്. ഇത് തന്നെയാണ് അവൻ ആഗ്രഹിച്ചതും. അങ്ങനെ ആ ആങ്കർ അവിടെ വന്ന് തറച്ചു കഴിയുമ്പോൾ അവൻ ആ വിമാനത്തിലുണ്ടായിരുന്ന പാരച്യൂട്ട് ഓപ്പൺ ആക്കി. അതോടുകൂടെ വിമാനം പുറകിലേക്ക് പോവാണ്. അങ്ങനെ ആ വിമാനം നേരെ താഴേക്ക് ചെന്ന് അത് ആ സ്പേസ് ഷിപ്പിനെ ചുറ്റി വരികയാണ്. അപ്പോഴേക്കും ടോറസ് ആണെങ്കിൽ താഴേക്ക് ചാടുകയും ചെയ്തു. അങ്ങനെ അത് ചുറ്റി വരിഞ്ഞു കഴിയുമ്പോൾ ആ ആങ്കർ ഇപ്പം അതിന്റെ എഞ്ചിൻ മാത്രം താഴേക്ക് വലിച്ചു. അതോടുകൂടെ ആ വിമാനത്തിന്റെ എഞ്ചിൻ നേരെ ചെന്ന് വീഴുന്നത് ആ ഏലിയൻ സ്പേസ് ഷിപ്പിന്റെ മുകളിലാണ്. അപ്പം തന്നെ അത് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അതോടുകൂടെ ആ പ്രിഡേറ്ററിന്റെ പണി തീരുകയും ചെയ്തു. അങ്ങനെ ഈ സംഭവത്തിനൊക്കെ ശേഷം ടോറസ് അവന്റെ വർക്ക്ഷോപ്പിൽ ഇരിക്കുമ്പോഴാണ് മറ്റൊരു വലിയ സ്പേസ് ഷിപ്പ് അങ്ങോട്ട് വരുന്നത്. അത് കണ്ടവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ പെട്ടെന്നൊരു പ്രകാശം താഴേക്ക് വന്നു. അതോടുകൂടെ ടോറസ് ആണെങ്കിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു. പിന്നീട് അവന് ബോധം വരുമ്പോൾ അവൻ ആ ഏലിയൻ സ്പേസ് ഷിപ്പിനകത്താണ്. ആ പ്രിഡേറ്റേഴ്സ് ഒക്കെ കൂടെ അവനെ എടുത്ത് ആ കെഞ്ചി ആർസി ഇരിക്കുന്ന റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ മനുഷ്യന്മാരെ കാണുമ്പോഴാണ് അവന് ശരിക്കും ആശ്വാസമാകുന്നത്. അങ്ങനെ ആ പ്രിഡേറ്റേഴ്സ് അല്ല ഇവരെയും കൊണ്ട് നേരെ പോകുന്നത് ഈ പ്രിഡേറ്റേഴ്സിന്റെ വേൾഡിലേക്കാണ്. അവിടെ വലിയൊരു തലയോട്ടി വെച്ചിട്ടുണ്ട്. അതിന്റെ മുന്നിലേക്കാണ് ഇവരെ 3 പേരെ ഇറക്കി വിടുന്നത്. അങ്ങനെ അവരങ്ങോട്ട് ചെല്ലുമ്പോൾ വേറെ ഒരുപാട് ഏലിയൻസ് അവിടെ കൂടിയിട്ടുണ്ട്. ഈ സമയത്താണ് വലിയൊരു സ്പേസ് ഷിപ്പ് ആ തലയോട്ടിയുടെ മുകളിൽ വന്നിറങ്ങുന്നത്. അതിനകത്തുനിന്ന് വന്നിറങ്ങുന്നതാണ് ഈ ഏലിയൻസിന്റെ മാസ്റ്റർ. അയാളിപ്പോൾ അവിടെ നിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 3 പേരും കൂടെ ഫൈറ്റ് ചെയ്യണം, അതിൽ ആര് ജയിക്കുന്നോ അവർക്ക് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാം എന്നാണ് അയാൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്. ഇപ്പൊ ഇവരുടെ കഴുത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ലോക്ക് ഉണ്ടല്ലോ, അതൊരു ബോംബും കൂടെയാണ്. ആ പ്രിഡേറ്ററിന് അവിടെ നിന്ന് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഒക്കെ അയാൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ആ കഴുത്തിൽ ലോക്ക് ഘടിപ്പിച്ച മറ്റൊരു ഏലിയൻ അവരങ്ങോട്ട് കൊണ്ടുവന്നു. അതിനുശേഷം മാസ്റ്റർ ആ ബട്ടൺ ഞെക്കുമ്പോൾ ആ ഏലിയന്റെ തല മൊത്തം തകർന്നു പോവാണ്. ഇതൊക്കെ കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ടോറസ്. അപ്പൊ കഴുത്ത് കിടക്കുന്ന സാധനം പണിയാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ ആ ഏലിയനെ കൊന്നതിന് ശേഷം ആ മാസ്റ്റർ മറ്റൊരു ബട്ടണിൽ ഞെക്കി. അതോടുകൂടെ 3 തരത്തിലുള്ള ആയുധങ്ങളാണ് പൊങ്ങി വരുന്നത്. അതായത് അർസയ്ക്ക് വേണ്ടി ഒരു മഴു, കെഞ്ചിക്ക് വേണ്ടി ഒരു വാള്, ടോറസിന് വേണ്ടി ഒരു തോക്ക്. അങ്ങനെ അവരെല്ലാവരും ചെന്ന് അവരുടെ ആയുധങ്ങൾ എടുത്തു. അതിനുശേഷം അവർ ഫൈറ്റ് ആരംഭിച്ചു. അർസയാണെങ്കിൽ ശരിക്കും വെറി പിടിച്ച് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും 2 പേരെ കൊന്നു കളയണം എന്നാണ് അവൾ ചിന്തിക്കുന്നത്. എന്നാൽ കെഞ്ചി ഫൈറ്റ് ചെയ്യുന്നില്ല. ആ ഏലിയൻ അവരെ തമ്മിൽ തല്ലിച്ച് കൊല്ലാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി. അവനിപ്പോൾ ആ കാര്യമൊക്കെ അർസയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്.
ഈ സമയത്താണ് ആ ഏലിയൻ മറ്റൊരു വലിയ ജീവിയെ ഇറക്കി വിടുന്നത്. ഈ സമയം ടോറസ് ആണെങ്കിൽ അർസയുടെ അടുത്ത് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യേണ്ടവരല്ല, പകരം നമ്മൾ ഒരുമിച്ചാണ് നിൽക്കേണ്ടത്. എന്നിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കാം എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അവനത് പറഞ്ഞു തീരുമ്പോഴേക്കും ആ വലിയ ജീവി അങ്ങോട്ട് വന്നിട്ട് അവനെ പിടിച്ച് വിഴുങ്ങുകയാണ്. അത് കണ്ടതും കെഞ്ചിയും അർസയും കൂടെ അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ വെച്ചിട്ട് ആ ജീവിയെ വെട്ടാൻ തുടങ്ങി. എന്നാൽ ടോറസ് ഇതുവരെയായിട്ടും മരിച്ചിട്ടില്ല. അവൻ ആ ജീവിയുടെ വയറ്റിനകത്താണ്. എന്നാൽ ഈ സമയത്താണ് ടോറസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ജീവി മറ്റൊരു ഏലിയനെ വിഴുങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ ഏലിയന്റെ കൈ അതുപോലെ അതിന്റെ വയറ്റിൽ കിടക്കുകയാണ്. മാത്രമല്ല ആ കയ്യിൽ അവരുടെ ആയുധങ്ങളുള്ള ആ കമ്പ്യൂട്ടറും ഉണ്ട്. അങ്ങനെ പുറത്തു നിന്നും കെഞ്ചിയും അർസയും ആ ജീവിയുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ടോറസ് ആണെങ്കിൽ ആ ജീവിയുടെ വയറ്റിനകത്തു നിന്നും ആ ആയുധത്തിലെ ബ്ലേഡ് വെച്ചിട്ട് അതിനെങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അവരതിനെ കൊന്നു കളഞ്ഞു. പക്ഷെ ഇതുവരെയായിട്ടും ടോറസ് ആ ജീവിയുടെ വയറ്റിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഈ സമയത്താണ് മറ്റൊരു ഏലിയൻ ഒരു വണ്ടി ഓടിച്ചു വന്നിട്ട് ആ ജീവിയെ തള്ളി നീക്കി ഒരു അറയ്ക്കകത്തേക്ക് ഇടുന്നത്. അറയ്ക്കകത്തേക്ക് ഇട്ട ഉടനെ തന്നെ അതിന്റെ ഡോറൊക്കെ ക്ലോസ് ആവുകയും ചെയ്തു. എന്നാൽ ഇതുവരെയായിട്ടും ആ അർസ അടങ്ങിയിട്ടില്ല. അവൾ ഇപ്പോഴും ആ കെഞ്ചിയുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കെഞ്ചി ആണെങ്കിൽ അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും. അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ ആ ഏലിയന്റെ മാസ്റ്റർ ആണെങ്കിൽ അവരുടെ കഴുത്തിലുള്ള ആ ബോംബിന്റെ ബട്ടണിൽ ഞെക്കാണ്. അങ്ങനെ ആ ബോംബ് ഓണായി. ഇനി സെക്കൻഡുകൾ കൊണ്ട് അത് പൊട്ടിത്തെറിക്കും. എന്നാൽ പെട്ടെന്നാണ് ആ ബോംബ് ഓഫ് ആവുന്നത്. അത് ഓഫാക്കിയത് ടോറസ് ആണ്. അവന്റെ കയ്യിൽ ആ ഏലിയന്റെ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ. മാത്രമല്ല നേരത്തെ ആ അറയിലേക്ക് ഇറങ്ങിയ ഏലിയന്റെ വണ്ടി അവന് കിട്ടി. അവൻ അതും ഓടിച്ചു വന്നിട്ട് പുറത്തേക്ക് ചാടുകയാണ്. അങ്ങനെ അവൻ ഉടനെ തന്നെ എല്ലാവരും ആ വണ്ടിക്കകത്തേക്ക് കയറ്റി. അതിനുശേഷം അവൻ ആ തലയോട്ടിക്ക് മുകളിലേക്കാണ് കയറുന്നത്. എന്നാൽ ഈ സമയത്താണ് ആ ഏലിയന്റെ മാസ്റ്റർ ആ വണ്ടി ഇടിച്ച് തെറിപ്പിക്കുന്നത്. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് തെറിച്ചു കാണും. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ കെഞ്ചി അർസയും കൂടെ ആ ഏലിയൻ മാസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അവരെ കൊണ്ട് അതിനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടോറസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏലിയൻ മാസ്റ്ററിന്റെ സ്പേസ്ഷിപ്പിനകത്തേക്ക് കയറാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ ഏലിയൻ ആണെങ്കിൽ അവരെ രണ്ടുപേരെ ഇടിച്ച് തെറിപ്പിച്ചു. അതിനുശേഷം അവരുടെ രണ്ടുപേരുടെയും മുഖത്ത് കൈ വെച്ച് അമർത്താൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ടോറസ് ആ സ്പേസ്ഷിപ്പ് ഓണാക്കുന്നത്. അതിന്റെ ആ എഞ്ചിനൊക്കെ ഓണായി കഴിയുമ്പോൾ അതിന്റെ ആ പവറിൽ ഏലിയൻ മാസ്റ്റർ ആണെങ്കിൽ പുറകിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു. അങ്ങനെ കെഞ്ചിയും അർസയും കൂടെ വേഗം ആ സ്പേസ്ഷിപ്പിനകത്തേക്ക് കയറാണ്. എന്നാൽ പെട്ടെന്നാണ് ആ ഏലിയൻ മാസ്റ്റർ അയാളുടെ ആയുധം എറിയുന്നത്. അതോടുകൂടെ കെഞ്ചിയുടെ ഒരു കൈ കട്ടായി പോയി. എങ്കിലും വളരെ കഷ്ടപ്പെട്ട് അർസ അവൻ ആ സ്പേസ്ഷിപ്പിനകത്തേക്ക് കയറ്റി. അങ്ങനെ പെട്ടെന്ന് തന്നെ ടോറസ് ആ സ്പേസ്ഷിപ്പുമായിട്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് താഴെ നിന്നും ആ ഏലിയൻസ് ഒരു ആങ്കർ ഷൂട്ട് ചെയ്യുന്നത്. അത് കറക്റ്റായിട്ട് ആ സ്പേസ്ഷിപ്പിൽ തന്നെ തുളച്ചു കയറി. ഇനിയിപ്പോൾ ആ ആങ്കർ കട്ട് ചെയ്യാതെ അവർക്ക് അവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. അത് മനസ്സിലായ ഉടനെ തന്നെ അർസ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു പറഞ്ഞിട്ട് ആ ആങ്കറിന്റെ ചങ്ങലയിൽ തൂങ്ങി താഴേക്ക് പോവാണ്. അങ്ങനെ താഴേക്ക് എത്തിയതും അവൾ ആ ആങ്കറിന്റെ മെഷീൻ മൊത്തത്തിൽ അങ്ങോട്ട് തകർത്ത് കളഞ്ഞു. അതോടുകൂടെ ആ ചങ്ങല കട്ടായി. അങ്ങനെ അടുത്ത സെക്കൻഡിൽ തന്നെ ടോറസ് ആ സ്പേസ്ഷിപ്പുമായിട്ട് അവിടുന്ന് പറന്നു പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ ഏലിയൻസ് ഒക്കെ വന്നിട്ട് അർസയെ പിടിച്ചു. എന്നാൽ ഇതുകൊണ്ടൊന്നും യുദ്ധം അവസാനിക്കുന്നില്ല. അർസയെ പിടിച്ച് ലോക്ക് ചെയ്തതിന് ശേഷം ആ ഏലിയൻ മാസ്റ്റർ ബാക്കിയുള്ള ഏലിയൻസിനെ ആ ടോറസിനെയും കെഞ്ചിയെയും പിടിക്കാൻ വേണ്ടി അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അങ്ങനെ അവരെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ബാക്കിയുള്ള ഏലിയൻസ് ഇപ്പൊ അർസയെ ഒരു പെട്ടിയിലാക്കി. അവളെയും കൊണ്ട് പോകുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. അവിടെ വേറെയും കുറെ ആൾക്കാരെ പെട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ക്യാരക്ടർ ആരാണെന്ന് മനസ്സിലായോ? 2022 പ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിഡേറ്റർ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആ കഥയിലെ പ്രിഡേറ്ററിനെ കൊല്ലുന്നത് ഒരു ലേഡിയാണ്. അവളാണിത്. ഇവളുടെ പേര് നാറു എന്നാണ്. ഇവളെയും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.